ടെൻഷൻ ആയിട്ട് വയ്യ. റിസൾട്ട് എങ്ങാനും മോശമായ അങ്കിളിനെ ആന്റിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ഓഹോ, അത് ശരി. പിനാക്കിയുടെ എക്സാം മോശമായിരുന്നല്ലേ? അപ്പോൾ അവന്റെ റിപ്പോർട്ട് കാർഡിൽ കിട്ടും മുട്ട, അങ്കിളുടെ കയ്യിൽ കിട്ടും ചീത്ത. നിർത്തിയില്ലെങ്കിൽ എന്താ നിന്നെ ഞാനിപ്പോ ഈ തണുത്ത വെള്ളം കൊണ്ട് നിന്റെ തലയും തണുക്കും, നിന്റെ ടെൻഷനും മാറും. ഞാനിത് ആദ്യമേ തന്നെ പറഞ്ഞു. അങ്കിളും ആന്റിയും റിസൾട്ട് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞു. ഞാനിപ്പോ വരാം. ആ, നമ്മളിപ്പോ സ്കൂളിൽ എത്തി കഴിഞ്ഞല്ലോ. ആ പിനാക്കി, നിങ്ങൾ ഇത്ര നേരത്തെ എത്തിയോ? നിന്റെ റിസൾട്ട് അറിയാഞ്ഞിട്ട് ഇരിക്കാൻ മേലടാ മീശ പിരിച്ചിട്ട്. റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങള് ധീരു സാറിനെ കണ്ടു കഴിഞ്ഞ ശേഷേ പറ്റുള്ളൂ. ആ അതിനെന്താ, സാറിനെ കാണാലോ. ഇതെന്ത് പറ്റി? നീ എങ്ങനെയാ ഇത്രയും നനഞ്ഞത്? അത് ഞാൻ ആരൊന്നും കണ്ടില്ലെന്നാ തോന്നുന്നത്. ആരാ ഇവിടെ തോന്നിയത്? എനിക്ക് ഗോൾഡ് പിടിച്ചെന്നാ തോന്നുന്നത്. വേഗം ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് കോർണറിലേക്ക് മാറാം. ആരുടെയെങ്കിലും മുന്നിൽ തുമ്മുന്നത് കണ്ട് അത് വലിയ പ്രശ്നമാവും. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ധീരു സാറിനോട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ റിസൾട്ട് വാങ്ങിച്ചോളാം. റൈറ്റ്, പിനാക്കി ശരിയാണ് പറഞ്ഞത്. ആരെങ്കിലും കാണും മുമ്പ് നമുക്ക് പോകാം. വാ. അങ്കിൾ ആന്റി എങ്ങോട്ടേ പോകുന്നേ? ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് മോനെ. അയ്യോ, പിനാക്കിയുടെ റിസൾട്ട് കാണുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും പോവുകയാണോ? ഓ, പിനാക്കി തന്നെ അത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു, മീശ പിരിച്ചിട്ട്. അതെ ധീരു സാർ, നോക്കേ, പിനാക്കിയുടെ പാരന്റ്സ് റിസൾട്ട് വാങ്ങാതെ പോവാണെന്ന്. അതെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സോറി, നിങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? നല്ല സ്റ്റൈൽ ആയിട്ടോ. വരൂ, നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം. റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാൻ വളരെ അത്യാവശ്യ കാര്യമുണ്ട്. വരൂ. നീ ഇനി എങ്ങനെ രക്ഷപ്പെടും പിനാക്കി? നിന്റെ റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ അങ്കിളും ആന്റിയും എല്ലാവരുടെയും മുമ്പ് വെച്ച് നിന്നെ വഴക്ക് പറയും. പിനാക്കി എവിടെ പോയി ഒളിച്ചിരിക്കുന്നത് നോക്കാം. പിനാക്കി, നീ എന്തിനാണ് അങ്കിളിനും ആന്റിനെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? അവർ പോയല്ലോ. അത് അവര് പോയോ? ആ പോയി, ഞാൻ അവര് പോകുന്നത് കണ്ടു. ഗുഡ്. ഇനി എനിക്ക് പുറത്തേക്ക് ഇറങ്ങാലോ. എന്നാ നീ വാ, നമുക്ക് റിസൾട്ട് വാങ്ങാൻ പോവാം. ധീരു സാർ എല്ലാരെയും ലൈബ്രറിയിലേക്ക് വിളിക്കുന്നുണ്ട്. ഓക്കേ, ഞാൻ വരാം. ഇനിയാണ് ശരിക്കുള്ള രസം. ആ, ഇതാണ് പിനാക്കിയുടെ റിപ്പോർട്ട് കാർഡ്. ആ, പിനാക്കി ഒന്ന് വന്നോട്ടെ, എന്നിട്ട് തരാം. ഓ, പിന്നാക്കി ഇങ്ങോട്ടെങ്ങാനും വന്നാൽ, അവനെങ്ങാനും തുമ്മിയാൽ നമ്മുടെ റിസൾട്ട് എന്തായാലും നീ പുറത്തു വരും. പേടിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട് വാങ്ങിയിട്ട് വേഗം പോകാം. സാർ, താങ്കൾ ആ റിസൾട്ട് ഞങ്ങൾക്ക് തന്നേക്കൂ. പോയിട്ട് അല്പം അങ്ങനെ വിടാമെന്നേ. പക്ഷെ ഈ റിസൾട്ട് പിന്നാലെ ഒരു വലിയ സർപ്രൈസ് കൂടിയുണ്ട്. സർപ്രൈസ് ഞങ്ങൾക്കല്ല, താങ്കൾക്കാണ് ലഭിക്കാൻ പോകുന്നത്. പിനാക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിനക്കറിയായിരുന്നില്ലടാ സന്തു, അങ്കിൾ ആന്റി ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ധീരു സാർ, നോക്കൂ, പിനാക്കി വന്നു. ആ, പിനാക്കി നീ വന്നോ ഇവിടെ? എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ, നല്ല സ്റ്റൈലായിട്ട്. അയ്യോ, ഇത് പിനാക്കിയുടെ റിപ്പോർട്ട് കാർഡല്ല, ന്യൂസ് പേപ്പറാണ്. ഇങ്ങോട്ട് വാ പിനാക്കി. വരൂ പിനാക്കി, വരൂ. ധീരു സാർ വിളിക്കുന്നത് കേട്ടില്ലേ? വരൂ. ഏയ്, നീ AC-യുടെ താഴെയല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാണ് തുമ്മുന്നത്. നീ സോറി സാർ, നമുക്ക് അപ്രത്യക്ഷരായാലോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ഡിസപ്പിയർ ആയാൽ എല്ലാവർക്കും മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. മിണ്ടാതിരി. ആ, ഇങ്ങോട്ട് മാറി.
എനിക്ക് തല കറങ്ങുന്നല്ലോ. നീ എന്താണ് ചെയ്യുന്ന സന്തോ? പിനാക്കി നീ വേഗം ഇങ്ങോട്ട് വരൂ. നിന്റെ അങ്കിളും ആന്റിയും എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇവരിതെവിടെ പോയി? നല്ല സ്റ്റൈലായിട്ട്. സർ, അങ്കിളും ആന്റി ലൈബ്രറി തന്നെ ഉണ്ടാവും. അവര് ഭൂതമൊന്നുമല്ലല്ലോ പെട്ടെന്ന് അപ്രത്യക്ഷരാവാൻ. കേട്ടോ, നമ്മൾ അപ്രത്യക്ഷരാവാൻ പാടില്ല. നമ്മൾ ഭൂതങ്ങളല്ല. ആച്ചോ! 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 അയ്യോ, ഇതെന്താണ്? ഒളിക്ക്, ഒളിക്ക് വേഗം. സന്തു, അങ്കിളും ആന്റി ഉണ്ടെങ്കിലല്ലേ എന്റെ റിസൾട്ട് കിട്ടൂ. വേഗം പോയി അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. ഓ ആ അത് ശരിയാ, നീ എങ്ങും പോവല്ലേ, ഞാൻ ദേ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം അവരെ. ആച്ചോ! ആ സാർ, ദേ ഇവരിവിടെ നിൽപ്പുണ്ട്. അങ്കിൾ ആന്റി വരൂ, പിനാക്കിയുടെ റിപ്പോർട്ട് കാർഡ് വാങ്ങണ്ടേ, വേഗം വാ. ഈ പിനാക്കി വീണ്ടും ഇത് എവിടെ പോയി? സാർ, അവന് ഓടിപ്പോയെന്ന് തോന്നുന്നു. കാരണം അവന്റെ റിസൾട്ട് വളരെ മോശമല്ലേ സാർ? എടാ സന്തോ, നിന്നോട് ഇത് ആരാ പറഞ്ഞത്? അവനാണ് ക്ലാസ്സിലെ ടോപ്പ്. നിന്റെ റിസൾട്ട് ആണ് വളരെ മോശം. നിന്റെ മമ്മിയെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിന്റെ റിസൾട്ട്. ഇത് പിടിക്ക്, പിനാക്കിയുടെ റിസൾട്ട് ഏതായാലും കിട്ടിയല്ലോ. ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? അങ്ങനെ അങ്ങ് പോയാലോ? മെയിൻ സർപ്രൈസ് ഇനിയും ബാക്കിയല്ലേ? ഇനി എന്ത് സർപ്രൈസാ ബാക്കിയുള്ളത്? ഏത് കുട്ടിക്കാണോ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുന്നത് അവന് അവന്റെ പേരൻസ് മെഡൽ കൊടുക്കണം, എല്ലാവരുടെ മുന്നിൽ വെച്ച്. എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇപ്പൊ ഓഡിറ്റോറിയത്തിലേക്ക് വാ എന്റെ കൂടെ. അവിടെ ടോപ്പേഴ്സ് ആയ എല്ലാ കുട്ടികൾക്കും പേരൻസ് ആണ് മെഡൽ കൊടുക്കുന്നത്. പാവം സന്തു, ഇത്തവണ അവൻ എല്ലാത്തിലും പുറകിലാ. ഇനി നിന്റെ ഫോട്ടോ വരും സ്കൂൾ മാഗസിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ. നിനക്കറിയോ സന്തു, നീ പിന്നെയും ഏറ്റവും പുറകിലായി. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ മൊത്തം കൊളാക്കി കളയും. ഡിംബി, എന്റെ ഫോട്ടോ ഒന്ന് നന്നായാ മതിയായിരുന്നു. എന്നാലല്ലേ നല്ല പ്രിന്റ് കിട്ടൂ. ലൈറ്റ് എങ്ങാനും പോയാ പിന്നെ എല്ലാം കൊള്ളാവും. വാ, നമുക്ക് വേഗം ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. അടുത്ത അവാർഡിന് അർഹനായിരിക്കുന്നത് ആരുഷാണ്. മെഡൽ സമ്മാനിക്കാനായി ആരുഷിന്റെ പേരൻസിനെ ക്ഷണിക്കുന്നു. എല്ലാരും കൈയടിക്കൂ. അടുത്തത് പിനാക്കി അങ്കിൾ ആൻഡ് ആന്റി. പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഈ പിനാക്കി ഇന്ന് തുമ്മി തുമ്മി നമ്മുടെ കള്ളി വെളിച്ചത്താക്കുമെന്ന തോന്നുന്നത്. നീ ശപിച്ചിട്ട് ലൈറ്റ് ഇതെങ്ങനെയാ പോയത്? എന്ത് പറ്റിയത്? എല്ലാവരും ശാന്തരായിട്ടിരിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്താ പറ്റിയെന്ന്. പിനാക്കി, നിന്റെ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അവരുണ്ടൊരു പോയല്ലോ സാർ. അവർക്ക് എന്തോ അർജന്റ് കാര്യം ഉണ്ടായിരുന്നു. ഓ അത് ശരി. പക്ഷെ നിന്റെ ഫോട്ടോയിൽ അവരുണ്ടാകത്തില്ല, അതാണ്. അത് സാരമില്ല സാർ. പക്ഷെ ഭൂതങ്ങളിലാണ്ട് എങ്ങനെയാണെങ്കിൽ മാജിക്ക് നടന്നത്? ലാസ്റ്റ് മൊമെന്റിൽ എങ്ങനെ ലൈറ്റ് പോയേ? ലൈറ്റ് പോയതല്ല, ലൈറ്റ് കളഞ്ഞതാണ്. ഡിംബി, എന്റെ ഫോട്ടോ ഒന്ന് നന്നായാ മതിയായിരുന്നു. എന്നാലല്ലേ നല്ല പ്രിന്റ് കിട്ടൂ. ലൈറ്റ് എങ്ങാനും പോയാ പിന്നെ എല്ലാം കൊള്ളാവും. വാ, നമുക്ക് വേഗം ഓഡിറ്റോറിയത്തിലേക്ക് പോവാം.
ലൈറ്റിന് തീർച്ചയായും പോവും. അടുത്തത് പിനാക്കി അങ്കിൾ ആൻഡ് ആന്റി പ്ലീസ് കം ഓൺ സ്റ്റേജ്. സത്യം പറഞ്ഞ മെഡൽ കിട്ടേണ്ടത് സന്തുവിനാണ് ബുദ്ധി പ്രയോഗിച്ചതിന്. വാ സന്തു വാ, എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. കിട്ടുവടാ കിട്ടും. നിന്റെ മമ്മിയുടെ മുന്നിൽ വെച്ച് നന്നായി കിട്ടും.